എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഓരോ ദിവസവും പങ്കെടുക്കാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. നിങ്ങളെ പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുന്നതും നിങ്ങളുടെ ഫോൺ കോളുകളും നിങ്ങളുടെ മെസ്സേജുകളും ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആവേശമാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളുടെ സ്വന്തം പ്രാർത്ഥന വിഷയം പോലെയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ എല്ലാ കാര്യത്തിലും ദൈവത്തിന് പദ്ധതി ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ വിടുതലുകൾ കാണാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ജീസസ് എവരിഡേ പ്രോഗ്രാമിൻ്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വളരെ മൂല്യതയുള്ളവരാണ്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ധൈര്യമായി ഓരോ ദിവസത്തെയും വചനം കേട്ട് ബലപ്പെട്ട് ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഇനിയും കർത്താവ് യേശുവിൽ നിങ്ങളെ സഹായിക്കട്ടെ. ചത്ത മീനാണ് ഒഴുക്കിൽ ഒഴുകിപ്പോകാറുള്ളൂ. ജീവനുള്ള മീൻ ഒരിക്കലും ഒഴുക്കിൽ ഒഴുകിപ്പോകാറില്ല. ജീവനുള്ള മീൻ്റെ പ്രത്യേകത ഒഴുക്കിനെതിരെ ഒഴുകി പോകാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും. സാൽമൺ മത്സ്യത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. അത് കടലിലാണ് ജീവിക്കുന്നതെങ്കിലും മുട്ടയിടാൻ സമയമാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകാൻ കരകളിലേക്ക് കയറി പാറക്കെട്ടുകളിലൂടെ വെള്ളച്ചാട്ടത്തിന് എതിരെ നീന്തി ഗ്രാമങ്ങളിലെ തടാകങ്ങളിലെത്തുന്നു. അവിടെ ചെന്ന് മുട്ടയിടുന്നു. മുട്ടയിട്ട് കഴിഞ്ഞാൽ അവ പിന്നീട് തിരിച്ചു പോരുന്നു. അതുകൊണ്ട് ആ നാടുകളിൽ മുട്ടയിടാൻ പോകുന്ന സാൽമൺ ഫിഷിനെ പിടിക്കാൻ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. കാരണം അവർ മുട്ടയിടാൻ പോവുകയാണ്. അവർ നല്ല വെള്ളത്തിലേ മുട്ടയിടുകയുള്ളൂ. എന്നാൽ ആ മുട്ടയിടാനായിട്ട് അവർ പോകുന്നത് ഒഴുക്കിന് എതിരെ ചാടി ചാടി പാറക്കെട്ടുകളുടെ മുകളിലേക്ക് കയറി അവർ പോകും. അപ്പോൾ എന്നിട്ട് അവരൊരു സ്വസ്ഥതയുള്ള വെള്ളത്തിൽ ചെല്ലും. അവിടെ അവർ കല്ലുകൾക്കിടയിലെല്ലാം മുട്ടയിടുന്നു. തിരിച്ചു വരുമ്പോൾ അവരെ പിടിക്കാൻ നാട്ടുകാർ വലയായിട്ട് നിൽക്കും. ഒഴുക്കിനെതിരെ നീന്തുന്ന പ്രകൃതമാണ് ഭൂമിയിലുള്ള എല്ലാ മത്സ്യങ്ങൾക്കുമുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് നിലനിൽപ്പുള്ളത്. ആരെങ്കിലും ഒഴുക്കിൽ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ചത്തതാണ്, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടതാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ജീവിതത്തിൽ അനവധി ഒഴുക്കുകൾ വരും. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒഴുക്ക് വരും. മാനസിക പ്രതിസന്ധികളുടെ ഒഴുക്ക് വരും. നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒഴുകി പോകുന്നത് പോലെ തോന്നും. എന്നാൽ അവിടെ ഒഴുകി പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ബലവും തുഴഞ്ഞു നിൽക്കാനുള്ള ചിറകും എല്ലാം ഓരോ മത്സ്യങ്ങൾക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഓരോ പക്ഷികളും കാറ്റുകളിൽ പെട്ടുപോകാതിരിപ്പാൻ അവർക്ക് ചിറക് കൊടുത്തിട്ടുണ്ട്. കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ കഴുകന് കർത്താവ് ചിറക് കൊടുത്തിട്ടുണ്ട്. എത്ര കാറ്റുണ്ടാകുമെന്നും എത്ര ഒഴുക്കുണ്ടാകുമെന്നും സൃഷ്ടാവായ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അതിജീവിക്കാനുള്ള ചിറകുകൾ, ബലം എല്ലാം ഓരോ ജീവികൾക്കും ദൈവം കൊടുത്തു. എന്നിട്ട് ദൈവം പറഞ്ഞു, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അതിൻ്റെ അർത്ഥം എന്തിനെ അതിജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അതേ ശക്തി, അതേ ചിന്താഗതി, അതേ മനസ്സ് എല്ലാമുള്ള ഒരു സൃഷ്ടിപ്പാണ് മനുഷ്യനുള്ളത്. പിശാച് കൊണ്ടുവരുന്ന എന്തിനെ അതിജീവിക്കുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ ശക്തനായിരുന്നു. ഇതുപോലെ ദൈവം നമ്മെ യേശു കർത്താവിനെ പോലെ ശക്തിയുള്ളവരാക്കി ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ ഒഴുക്കുകളെയും നമ്മൾ അതിജീവിച്ചിരിക്കും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമ്മൾ പതിവായി തുടർന്നുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
അപ്പോസ്തലപ്രവൃത്തി 1 തൊട്ട് 8 വരെ നമ്മൾ ധ്യാനിച്ചതാണ്. ഓരോ വാക്യങ്ങളിലൂടെയും നമ്മൾ ധ്യാനിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 9 5 വാക്യം മുതൽ ചിന്തിക്കുന്നു. നിങ്ങൾ ജീസസ് എവരിഡേ കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് കൂടി ഉണ്ടെങ്കിൽ ഈ അപ്പോസ്തലപ്രവൃത്തി തീരുന്നതിനുള്ളിൽ നിങ്ങളൊരു പ്രീച്ചറായി മാറും. നിങ്ങൾ എഴുതിയെടുത്ത് അത് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശൗൽ എന്ന മനുഷ്യൻ സഭയെ മുടിച്ചു കളയേണ്ടതിന്, പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി ദമസ്കോസിലുള്ള ഈ മാർഗക്കാരെ, യേശുവിൻ്റെ ശിഷ്യരെ, സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെല്ലാം പിടിച്ച് വലിച്ചിഴച്ച് യെരുശലേമിൽ കൊണ്ടുപോയി തടവിലാക്കേണ്ടതിനൊക്കെ അധികാരപത്രമുള്ള പൗലോസ് തൻ്റെ സുഹൃത്തുക്കളുമൊത്ത് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ദമസ്കോസിനോടടുത്തു. ദമസ്കോസിലുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളാണ്. ദമസ്കോസിലുള്ള വിശ്വാസികൾ അഭിഷേകത്തിൽ നിറഞ്ഞവരാണ്. ദമസ്കോസിലുള്ളവർ ദൈവസാന്നിധ്യം വഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ആ ദേശത്തോടടുത്തപ്പോൾ തന്നെ ദൈവശക്തി അവിടെ വ്യാപരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പൗലോസ് ഒരു വലിയ ദൈവശക്തിയാൽ തെറിച്ച് നിലത്ത് വീണു. ആ സമയത്ത് ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് ചോദിക്കുന്ന ഒരു ശബ്ദവും കേട്ടു. അപ്പോൾ പൗലോസ് പറഞ്ഞ കാര്യമാണ്, ചോദ്യമാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. യേശുവിനെ നേരിട്ട് പൗലോസ് ഉപദ്രവിച്ചിട്ടില്ല. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ യേശു ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. പൗലോസിന് യേശുവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ പൗലോസ് യേശുവിൻ്റെ ശിഷ്യന്മാരെ ഉപദ്രവിച്ചു. അതുകൊണ്ട് യേശുവിന് പറയാനുള്ളത്, നീ ഉപദ്രവിക്കുന്ന യേശു. അതിൽ നിന്ന് മനസ്സിലായത് ക്രിസ്തു തലയും ശരീരം സഭയുമാണ്. അപ്പൊ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയെന്ന് എഫേസ്യ ലേഖനത്തിലും മറ്റിതര ലേഖനങ്ങളിലും കിടക്കുന്നത് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. യേശുവിൻ്റെ ശരീരമാണ് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോൾ യേശുവിൻ്റെ ശരീരമാണ്. നമ്മുടെ ദേഹത്തിൽ എവിടെയെങ്കിലും വേദന വന്നാൽ ആ വേദന അറിയുന്നത് തലച്ചോറിൽ ആ ബുദ്ധിമുട്ടിൻ്റെ സിഗ്നൽ എത്തിയിട്ട് തലച്ചോറിൽ നിന്നുണ്ടാകുന്ന പ്രത്യേകമായ പ്രവൃത്തിയാണ് വേദന. ചിലർക്ക് വേദനകൾ അറിയാൻ കഴിയാറില്ല. അവരുടെ നാഡീവ്യൂഹത്തിനെല്ലാം തകരാറ് സംഭവിച്ചു കഴിയുമ്പോൾ, തലച്ചോറിൽ പ്രവർത്തനം കുറയുമ്പോൾ വേദന അറിയാറില്ല. ഒരു വശം തളർന്നവരോട് ചോദിക്കെ, അവിടെ എന്ത് സംഭവിച്ചാലും അറിയില്ല. സ്പർശനം നഷ്ടപ്പെട്ടു, വേദനയില്ല, അടിച്ചാലും കിള്ളിയാലും മുറിവ് വന്നാലും അവരറിയുന്നില്ല. വേദന എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ജീവനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സത്യമായ അവസ്ഥയാണ്. നമുക്ക് വേദന വരുമ്പോൾ ഉറപ്പാണ് തലച്ചോറ് ശരിക്ക് പ്രവർത്തിക്കുന്നു, ശരീരം ശരിക്ക് പ്രവർത്തിക്കുന്നു. ചിലർ പറയുമോ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേദനയൊന്നുമില്ല, ആ ഭാഗം പോയിരിക്കുകയാണ്, ആ വശം തളർന്നിരിക്കുകയാണ്, അവിടെ നാഡീവ്യൂഹങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ശരിയായ പ്രവർത്തികളില്ല. ചില ചർച്ച് തന്നെ പറയും, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിലെ സഭകളിൽ ഭയങ്കര പ്രശ്നമാണ്, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ അവയവങ്ങളും കോശങ്ങളും നാഡീവ്യൂഹങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ വേദന കൂടുതൽ. കേരളത്തിൽ വേദന കുറവാണെങ്കിൽ കേരളത്തിലെ സഭയ്ക്ക് വലിയ ജീവനില്ല എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ. അവയവങ്ങൾക്ക് ജീവനില്ല. അവയവങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും വേദന കുറയും. എന്നാൽ നല്ല വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവയവങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു.
നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. സഭയുടെ വേദന യേശുവിൻ്റെ വേദനയാണെന്ന് യേശു അവിടെ പൗലോസിനോട്, ശൗലിനോട് പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവം പഴയ നിയമത്തിൽ പറയുന്നത്, നിങ്ങളെ തൊട്ടാൽ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. ദൈവസഭയുടെ വേദനയെല്ലാം ദൈവത്തിൻ്റെ വേദനയാണ്. ദൈവസഭയിലെ ഓരോ വ്യക്തികളുടെ ദുഃഖങ്ങൾ കർത്താവിൻ്റെയും കൂടി ദുഃഖങ്ങളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മക്കൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കർത്താവ് തന്നെയാണ്. കൈക്കൊരു വേദന വന്നാൽ ആ വേദന മാറും വരെ തലച്ചോറ് അതിന് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കും. ആ ഭാഗത്ത് മുറിവുണങ്ങി സൗഖ്യമാകുമ്പോഴാണ് വേദന ഇല്ലാതെയാകുന്നത്. പിന്നെ സിഗ്നൽ വരുന്നില്ല, വേദനയുടെ സിഗ്നൽ വരുന്നില്ല. അപ്പോൾ നമ്മുടെ വേദന മാറും വരെ തലയാകുന്ന ക്രിസ്തു പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവതാണ്. നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കരച്ചിലുകൾ എല്ലാം സ്വർഗസ്ഥനായ പിതാവ് അറിയാതെയല്ല, യേശു കർത്താവ് അറിയാതെയല്ല. നീ ആരാണ് കർത്താവേ എന്ന് ശൗല് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. എനിക്ക് ശരിക്കും നൊന്തു. നീ സഭയ്ക്കെതിരെ ചെയ്തപ്പോൾ എനിക്ക് ശരിക്ക് വേദനിച്ചു. നീ സഭയിലുള്ളവരെ ഉപദ്രവിച്ചപ്പോൾ ഞാനാണ് വേദനിച്ചത്. നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. അപ്പോൾ യേശുവിന് വേദനയുണ്ടോ? തീർച്ചയായിട്ടും. സ്വർഗത്തിലിരുന്ന് സുഖിക്കുകയല്ല, നമ്മുടെ വേദന കർത്താവിൻ്റെ വേദനയാണ്. കാരണം അവൻ വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് വില മുടക്കി നേടിയവരാണ് രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളുടെ സങ്കടങ്ങൾ കർത്താവിൻ്റെ സങ്കടമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കരയുമ്പോൾ കർത്താവിന് അത് എഫക്റ്റ് ആകുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വേദനിക്കുമ്പോൾ അത് കർത്താവിൻ്റെ ജീവിതത്തെ ശരിക്ക് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരുന്ന് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വേദന വലുതാണ്. അപ്പോൾ സഭയുടെ സങ്കടങ്ങൾ, രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും ആ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പുറത്തു വരണമെന്ന് അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. അത് മനസ്സിലാക്കാത്ത കാലത്തോളം, നമ്മളും ദൈവം രണ്ടായിട്ട് കാണുന്ന കാലത്തോളം കാര്യങ്ങൾ നടക്കില്ല. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം വേറെ, ഞാൻ വേറെയായിട്ട് കാണരുത്. യേശു ശിരസും നാം ഉടലുമാണ് എന്നുള്ള ആ ഉപമ, ആ ഒരു സത്യം, ദൈവവചന സത്യം അതുപോലെ മനസ്സിലാക്കാത്ത കാലത്തോളം ആരുടെയും പ്രാർത്ഥനാ ജീവിതത്തിൽ പോലും മെച്ചമായ പുരോഗതികൾ ഉണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് പുരോഗതി വേണ്ടേ? നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അടുത്ത തലങ്ങൾ തുറന്ന് കിട്ടാൻ വേണ്ടി ഇരിക്കരുത്. ഓരോ വേദനകളും പ്രാർത്ഥനകളാക്കുക. ഓരോ പ്രതിസന്ധികളും ദൈവത്തോടുള്ള ആശ്രയമാക്കുക. ഓരോ സങ്കടങ്ങളും ഓരോ വൈഷമ്യങ്ങളും സ്തോത്രവും സ്തുതിയും നന്ദിയും ആക്കി മാറ്റുക. അതായത് കർത്താവിനോട് പറ്റിയിരിക്കുക. 91 സങ്കീർത്തനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. പറ്റിയിരിക്കുന്നു, തലയോട് ഉടല് പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് വിടുതൽ ഉറപ്പാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ഓരോ വേദനകളും ആയുസ് കുറക്കുന്നതാണെങ്കിൽ കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഉടലെ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നീ മരിക്കില്ലെന്ന്, നിന്റെ പ്രശ്നത്തിൽ നിന്ന്, നിന്റെ കഷ്ടകാലത്തിൽ നിന്ന് നീ പുറത്തു വരുമെന്ന്, എന്നിട്ട് ദൈവം നിനക്ക് ദീർഘായുസ് തരുമെന്ന്. ഈ വചനങ്ങളൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ ഇന്ന് ധൈര്യപ്പെടണം. ആരും മരിക്കാൻ പോകുന്നില്ല. വെറുതെ ഇടക്കിടക്ക് ചത്താ മതി എന്നൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ്. നിനക്ക് അങ്ങനെയൊന്നും മരിക്കാൻ പറ്റില്ല. കർത്താവിന് നിന്നെ വേണം. നിന്റെ വിടുതൽ വേണം, നിന്റെ ഉയർച്ച വേണം, നിന്റെ സമൃദ്ധി കാണണം, നിന്റെ അഭിവൃദ്ധി കാണണം. അതുകൊണ്ട് നിങ്ങളത് കണ്ടിരിക്കും, ആ ഉയർച്ച കണ്ടിരിക്കും. ഏത് വെല്ലുവിളികളെയും നിങ്ങൾ നേരിട്ടിരിക്കും, ഏത് പ്രതിസന്ധികളെ നേരിട്ടിരിക്കും.
ആദ്യമേ പറഞ്ഞതുപോലെ ചത്തമീൻ ഒഴുക്കിൽ ഒഴുകും, എന്നാൽ നീ ജീവനുള്ള വ്യക്തിയാണ്. നീ ഒരു ശിരസുമായി ഘടിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. നിനക്ക് മരിക്കാൻ കഴിയില്ല, നിനക്ക് ഒഴുക്കിൽ ഒഴുകാൻ കഴിയില്ല. നീ എന്തിനെ അതിജീവിക്കും. ഇന്ന് നേരിട്ടിരിക്കുന്ന കടക്കണിയിൽ നീ പുറത്തു വരും. ഇന്നായിരിക്കുന്ന മാരക രോഗത്തിൽ നിന്ന് പുറത്തു വരും. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വിഷമങ്ങൾ വരുമ്പോൾ ചില വീട്ടിൽ ചിലർ ഒറ്റയ്ക്കാണ്, ബാക്കിയെല്ലാ രോഗികൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി. ഒരാള് ഇതെല്ലാം കണ്ടിരുന്ന് കരയുകയാണ്. മതി, നീ മതി. നിങ്ങളിലൂടെ മാത്രം, ഒരാളിലൂടെ ആ വീട് പണിയപ്പെടും. അതിനുശേഷം വിജയത്തിൻ്റെ ഫോർമുലയുമായി വെളിയിലിറങ്ങും. ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഈ വിജയത്തിൻ്റെ സത്യം നിങ്ങൾ കൊടുക്കും. അങ്ങനെ അവരുടെ കുടുംബങ്ങൾ വിജയിക്കും. ഇതിൻ്റെ പേരാണ് ശുശ്രൂഷ. അതുകൊണ്ടാണ് 1 തിമോത്തി 3 പറയുന്നത്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാത്തവൻ സഭയെ എങ്ങനെ ഭരിക്കും? സ്വന്തം കുടുംബത്തെ വിജയത്തിൽ എത്തിക്കാത്ത വ്യക്തി മറ്റുള്ളവരെ എങ്ങനെ വിജയത്തിൽ എത്തിക്കുമെന്ന് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഒരു കുടുംബം വിജയത്തിൽ എത്തണമെങ്കിൽ അല്പം ചോറും കറിയും കുറച്ച് വസ്ത്രവും വീടും മാത്രം പോരാ. എന്തെല്ലാം വിഷയങ്ങളെ നേരിടണം, ഏതെല്ലാം ഒഴുക്കുകളെ അതിജീവിക്കണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഏതെല്ലാം സങ്കടങ്ങളാണ് നമ്മൾ തരണം ചെയ്യുന്നത്. എനിക്കറിയാവുന്ന പലരുടെയും സങ്കടങ്ങൾ എനിക്ക് പോലും ചിന്തിക്കാനോ താങ്ങാൻ കഴിയുന്നതല്ല. ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അതിജീവിക്കുന്നു? എന്നാൽ അതിനുള്ള ചിറകും അതിനുള്ള ശക്തിയും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കും. നിങ്ങളെല്ലാ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരും. അതിനുശേഷം നിങ്ങൾ വെളിയിലിറങ്ങും. സ്വന്തം കുടുംബത്തെ വിജയത്തിൽ എത്തിച്ച് നിങ്ങൾ അടുത്ത കുടുംബങ്ങളെ, ആയിരക്കണക്കിന് കുടുംബങ്ങളെ വിജയത്തിൽ എത്തിക്കാനുള്ള ഫോർമുല നിങ്ങളുടെ വീട്ടിലെ വിജയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ആയിരങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ആയിരങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട ദൈവവചനം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഒരു ചലനം ഉണ്ടാക്കട്ടെ, ഒരു വെല്ലുവിളി ഉണ്ടാക്കട്ടെ. ആരും തളർന്നു പോകില്ല. ശിരസാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവസഭ ഒരിക്കലും വേദനകളിൽ പരാജയപ്പെട്ടു പോകില്ല എന്നുള്ള സത്യമായ വെളിച്ചം ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വീട്ടിലെ രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, കുടുംബത്തിലെ രോഗങ്ങൾ, ഭാര്യയുടെ ഭർത്താവിൻ്റെ രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, എല്ലാറ്റിനെയും അതിജീവിക്കാൻ പരിശുദ്ധാത്മാവും വചനവും ആകുന്ന ശക്തി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യാശയുടെ ചിറകുകൾ കൊണ്ട് തുഴഞ്ഞ് വിശ്വാസത്താൽ പലതിനെയും ആ സാൽമൺ ഫിഷിനെ പോലെ ചാടി ചാടി കിടക്കട്ടെ. സാൽമൺ ഫിഷ് മുട്ടയിടുവാൻ കടലിൽ നിന്ന് കരയിലേക്ക് വന്ന് നദികളിലൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ ചാടിപ്പോയി സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്ത് എന്ന് മുട്ടയിടുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് ഒരു നീന്തി കയറട്ടെ. പ്രതികൂലങ്ങളെ അതിജീവിക്കട്ടെ. എല്ലാ പിശാചിൻ്റെ പദ്ധതികളെയും ഇവർ ചവിട്ടി മെതിക്കട്ടെ. അവരതിനെ അതിജീവിക്കട്ടെ. പാപത്തെ, മുറുകെ പറ്റുന്ന പാപത്തെയും ഭാരത്തെയും എല്ലാം വിട്ടുകളഞ്ഞ് കർത്താവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ടോടട്ടെ. അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലുകളും ഈ മക്കളിൽ ധാരാളമായി ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബലപ്പെടുത്തും. വിഷമങ്ങളിലൂടെ പോകുന്നവർക്ക് ഈ സന്ദേശം ഒന്ന് നിങ്ങൾ ഫോർവേഡ് ചെയ്യണേ. ഈ ജീസസ് എവരിഡേ മീഡിയ മിനിസ്ട്രിയെ നിങ്ങൾ ഒന്ന് കൈത്താങ്ങൽ തരികയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കിനിയും ചേർന്ന് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് ഒത്തിരി പാട്ടുകൾ ചെയ്യണമെന്നുണ്ട്, ഒത്തിരി പുതിയ പാട്ടുകൾ, അതുപോലെ ഒത്തിരി വീഡിയോകൾ, 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മിനിറ്റ് വീഡിയോകൾ, സ്കിറ്റുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് കഥാരൂപത്തിലൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിനുള്ള സാമ്പത്തികം അത് വലിയ ചിലവാണ്. പലയിടങ്ങളിൽ പോയി ഷൂട്ടിങ് ചെയ്യണം. അതിന് ഒത്തിരി ക്രമീകരണങ്ങൾ വേണം. നിങ്ങളുടെ കൈത്താങ്ങലുണ്ടെങ്കിൽ 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് വീഡിയോകൾ
മറ്റുള്ളവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തുമ്പോൾ അവസാനമുണ്ടാകുമെന്ന്. അപ്പോൾ നമുക്കിതുപോലെയുള്ള സുവിശേഷം പല രൂപത്തിലയക്കാം. ചിലർ പ്രസംഗം ഇരുന്ന് കേൾക്കില്ല, അവർക്ക് ഒരു പാട്ടിൻ്റെ ആൽബത്തിലൂടെ നമുക്കത് കൊടുക്കാം. ചിലർക്ക് ഒരു സ്കിറ്റിലൂടെ നമുക്കത് കൊടുക്കാം. പല രീതിയിൽ ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതിനെ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് അതിലൂടെയുള്ള വിടുതൽ സുവിശേഷമായിട്ട് കൊടുക്കാം. അനേക തരത്തിലുള്ള വീഡിയോകൾ എടുക്കുവാൻ, അഭിനയിക്കുവാനൊക്കെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു കൂട്ടം യൗവനക്കാർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെയും കൂടി കൈത്താങ്ങലുണ്ടെങ്കിൽ ഇതൊക്കെ വിജയകരമാക്കി തീർക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും നന്ദി. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തരേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തരേ. നിൻ സ്നേഹമാധുര്യം, നിൻ സ്നേഹമാധുര്യം അത് അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹമാധുര്യം അത് അവർണ്ണനീയം. പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. യേശുവിന്റെ കൃപയ്ക്കാ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തരേ, വാഴ്ത്തുന്നേ,
വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. കൃപയെ ധ്യാനിച്ചുകൊണ്ട് വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ.